ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നമ്മുടെ നല്ലൊരു പ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയും നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഒരു ദിവസം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുക. വയറ്റിൽ കൈവച്ചത് ഒന്ന് ബ്ലസ് ചെയ്തതിന് ശേഷം എപ്പോഴും ഈ ഒരു പ്രാർത്ഥന മറിയത്തിൻ്റെ സ്തോത്രഗീതം. അപ്പം ഈ ഒരു പ്രാർത്ഥന മറിയം പറയുന്നത് എലീശോമയെ കാണുന്ന സമയത്താണ്. കർത്താവിൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ മറിയയുടെ സ്വരം എലീശോമയുടെ കാതിൽ കേട്ടപ്പോഴത്തേക്കും ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാതാവ് പറയുന്ന ഒരു സ്തോത്രഗീതമാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥനയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്തോത്രഗീതം പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പറയുന്നത് നല്ലൊരു പ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം കുഞ്ഞുങ്ങളെ കിട്ടാതെ വിഷമിക്കുന്നവരാണെങ്കിൽ പോലും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മിറാക്കിൾ നിങ്ങൾക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കർത്താവ് തരും. അതുപോലെ തന്നെ എപ്പോഴും പ്രഗ്നൻസി ടൈമിൽ വയറ്റിൽ കുരിശ് വരച്ചു കൊടുക്കുക. അതായത് നമ്മൾ ത്രിത്വസ്തുതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തുതി എന്നുള്ളത് ആ ഒരു പ്രാർത്ഥന എപ്പോഴും വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. നല്ലൊരു സന്താന ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരും. ഗോഡ് ബ്ലെസ് യു ആൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വചനങ്ങൾ കൂടി ഞാൻ പുതിയൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.